ജോലിയിലാണോ? ഒരു ചായ കൂടി വേണമായിരുന്നു. കൊണ്ടുതരാം. അയ്യോ അത് വേണ്ട, പണി പാതിക്ക് നിർത്തി വെച്ചിട്ട് പോണ്ട. ധൃതിയില്ലാന്ന് പറയായിരുന്നു. ഇതൊരു വല്ലാത്ത പാട് തന്നല്ലേ? അല്ല, ഞാൻ വിചാരിക്കായിരുന്നു എന്ത് ഈ കിഴവന്മാര് മുറുക്കി തുപ്പുന്നതും വലിച്ചു തള്ളുന്നതും മുഴുവൻ ദിവസവും മറവ് ചെയ്യേണ്ടി വരാന്ന് പറയുന്നത്. ഏയ്, അതൊക്കെ ഒരു രസമല്ലേ? ഇന്നലെ ബന്ധം പറഞ്ഞു കേട്ടപ്പോ ഭാസിയുടെ മുറപ്പെണ്ണായിട്ട് വരുമല്ലേ? ആ, എന്ന് നാട്ടുകാര് പറയുന്നു. എന്ന് പറഞ്ഞാല് എന്റെ അമ്മയുടെ വകയിലൊരു അമ്മാവനായിട്ട് വരും, പൊന്നുവേട്ടന്റെ അപ്പൂപ്പൻ. ഓരോ ജാതിക്ക് ഓരോ കസ്റ്റംസ്. ഞങ്ങൾക്കാണെങ്കിൽ പെങ്ങളാ. എടാ എടാ, ഇവിടെ മുറച്ചിറക്കം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ മയത്തി ചെത്ത്. തലക്ക് വീടൊക്കെ ഒന്ന് മ്യൂസിക്കിലാകട്ടെ. നന്ദി, ഒരു ചായ കൂടെ. ഒന്നുകൂടെ. നിനക്ക് വേണോ? രണ്ട് ചായ. ഇപ്പൊ കുഞ്ഞിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് വന്ന ആ പയ്യനാണോ കിടന്ന് വിളിക്കുന്നത്? ഒന്ന് ചുമ്മാ എന്റെ താനേമ്മേ. വീടിന് അനക്കം വെച്ചതുപോലെ ആ കുഞ്ഞുങ്ങൾ വന്നപ്പോ. ആ, ഞാൻ ഇവര് വന്ന് അപ്പുറത്ത് ഇരുത്തിയേച്ചു വരാം. ഇത് ശാസ്ത്രീയമായിട്ട് പഠിച്ചതാ. ഇവനിതിന്റെ സ്ഥിരം യൂണിവേഴ്സിറ്റി ഫസ്റ്റാ ആയിരിക്കുമല്ലോ. മിടുക്കൻ, അസലായിരിക്കുന്നു. അപ്പൂപ്പിന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റോ? ഇന്നലെ തന്നല്ലോ. അത് വഴിയിൽ നിന്നെങ്ങാണ്ട് വാങ്ങിച്ച ഒരു മുന്തിരിങ്ങ. അതെന്തോന്ന് ഗിഫ്റ്റ്? ഇവൻ സ്റ്റൈൽ. ഇനി ഇത് മുഷിയുമ്പോ വേറെ. ഇത് മുഷണ 21-ാം നൂറ്റാണ്ട് കിടക്കണം. അത്ര ബെസ്റ്റ് ക്വാളിറ്റി. ഈ ഫോറിൻ സാധനം എന്ന് പറഞ്ഞാൽ ഫോറിൻ സാധനം തന്നെ. നമ്മൾ ഇവിടെ ചീട്ടുണ്ടാക്കുന്നുണ്ടല്ലോ, കളിക്കാനല്ല എന്തിനു കൊള്ളാം. അതെ. അപ്പൊ
ഇന്ന് നിങ്ങളുടെ പ്രോഗ്രാം എന്തായിരിക്കും? ഞാനങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൂപ്പൻ സജസ്റ്റ് ചെയ്യ്. ഇവരെ കൊണ്ടുപോയ കോട്ടയം ഒന്ന് കാണിച്ചാലോ? ആ അത് ഐഡിയ. വഴി അറിയാവോ? വഴി ഒന്ന് പറഞ്ഞേര്, കൊറേ മുമ്പ് പോയതല്ലേ. നമ്മുടെ ഡോക്ടറെ വീടില്ലേ, ആ. അതും കഴിഞ്ഞ് നേരെ വടക്കോട്ട് പോയി. ആ മനസ്സിലായി മനസ്സിലായി. ഞാൻ വരണോ? ഏയ് വേണ്ട, എനിക്കിപ്പോ പിടികിട്ടി. ഞാൻ കൊണ്ടുപോയിക്കോളാം. ആ. ഹലോ. ഹലോ, ഭദ്രയല്ലേ? ഇത് ഞാനാ. ഓ എന്താ പിന്നെ കാലത്ത്? അല്ല, ഇവിടെ ഇങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇന്നാ കോട്ട കാണാൻ വരുന്നുണ്ട്. അവിടെ തന്റെ വീടിനടുത്തല്ലേ ഇത്? എന്താ വന്നിട്ടില്ലേ? വന്നിട്ടൊക്കെ ഉണ്ട്, എന്നാലും അത് കുറെ മുമ്പല്ലേ, ഒക്കെ മറന്നുപോയ പോലെ. നമ്മുടെ കൂടെയുള്ള ബാച്ചിന് അവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഭദ്ര വന്ന സഹായമായിരുന്നു. അമ്മാനുണ്ടല്ലോ, പുള്ളി അതിന്റെ എക്സ്പെർട്ട്. അപ്പൂപ്പം ഫ്രീ അല്ല, അതല്ലേ? ഓക്കെ. എടാ, ഒന്നുകിൽ പാട് അല്ലെങ്കിൽ തൂറ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചെടുത്താൽ ഇവിടെ വേറെ ആത്മാക്കൾ കിടക്കുന്നു. കേറിയിട്ട് 1 മണിക്കൂറായി. പ്രശ്നം പിടികിട്ടി. വാ, എങ്ങോട്ട്? നീ വാടാ. അങ്ങനെയാണെങ്കിൽ ഇതേ ക്രൈസിൽ കിടക്കുന്ന വേറെ 2 പേരും കൂടി ഉണ്ട്. വിളിയടാ, എല്ലാരും വിളി. Chicken flying everywhere around the place. Couldn't ever feel much finer.